ഒരു നല്ല ഓഫ് റോഡും എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങളീ പോകുന്നത് മണ്ടൽപ്പെട്ടിയിലേക്കാണ്. കൂർഗിൽ ഞങ്ങൾ കണ്ട ഏറ്റവും നല്ല കാഴ്ചയിലേക്ക്. അങ്ങോട്ടേക്ക് ജീപ്പ് സർവീസസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മുടേത് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിലും പോകാം. പെർ ഹെഡ് 50 റുപ്പീസാണ് ടിക്കറ്റ് വരുന്നത്. ആക്ച്വലി എൻ്റെ ബ്രദർ ഒരു ഓഫ് റോഡ് എന്തൂസിയാസ്റ്റ് ആണെങ്കിലും ഇവൻ്റെ കൂടെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇവനുണ്ട് എന്നൊക്കെ തോന്നിയൊരു മൂമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ അവസാനം ഞങ്ങൾ മണ്ടൽപ്പെട്ടി പീക്കിലെത്തിച്ചേർന്നു. ഇവിടെയാണ് നമ്മുടെ ഓഫ് റോഡ് എൻട്രി ചെയ്യുന്നത്. ഇനി കുറച്ച് നടക്കാനുണ്ട്. നടന്നെത്തുന്നത് ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയിലേക്കാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറുതെ അല്ല കൂർഗിനെ ഇത് സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആകാശത്തേക്കുള്ളൊരു വേവ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എവിടെ ക്യാമറ പ്ലേസ് ചെയ്താലും നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല വിഷ്വൽസ് കിട്ടും. അതുപോലെ മൊത്തത്തിൽ ക്രൗഡൊക്കെ കുറവായതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്ത് വരുന്ന സമയത്താണ് കൂർഗിൽ വന്നിട്ട് നല്ലൊരു കോടയും മഞ്ഞും കണ്ടില്ല എന്നുള്ള പരാതി തീർക്കാനാകാം നല്ലൊരു മഴ പെയ്തു. ഒപ്പം കാണാൻ പറ്റാത്തത്രക്ക് കോടയും. ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന വിസിറ്റേഴ്സും അവിടെ ആകെക്കൂടെ ഉണ്ടായിരുന്ന വാച്ച് ടവറിന് അടിയിലേക്ക് ഓടിക്കൂടി. മഴ തോരുന്ന യാതൊരു ലക്ഷണമില്ലാന്ന് കണ്ടപ്പോൾ വാച്ച് ടവറിനകത്ത് അധികം സമയം കളയാതെ ഞങ്ങൾ യാത്ര തിരിച്ചു. പാവം, അവനെ സമാധാനിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും കുറച്ച് അധികം കഷ്ടപ്പെട്ടു. അവൻ്റെ സങ്കല്പത്തിലെ ആകാശം ഇതുപോലായിരിക്കും എന്നാൽ ശരിക്കും ഒരു ആകാശത്തോട് പോകുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മണ്ടൽപ്പെട്ടിയിലെ ആകാശവും ഇവിടുത്തെ മഞ്ഞും മഴയും കോടയും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇനിയും കാണാൻ പറ്റുന്ന അത്ര സ്ഥലങ്ങൾ കണ്ടു തീർക്കാനുള്ളതാണ്.